വയനാട് അമ്പലവയൽ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. ഭാര്യയും ഭർത്താവും ഒരേ പഞ്ചായത്തിൽ നിന്നും ജനവിധി തേടുന്നു എന്നതാണ് ആ പ്രത്യേകത. അമ്പലവയൽ പഞ്ചായത്തിന്റെ 6ാം വാർഡിലും 8ാം വാർഡിലുമാണ് എടക്കൽ നഗറിൽ നിന്നുള്ള രഘുവും ഭാര്യ നിഷ രഘുവും ഒരുമിച്ച് ഇത്തവണ പൊതുജനഹിതമറിയാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. CPIM സ്ഥാനാർത്ഥികളായാണ് ഇരുവരും മത്സരിക്കുന്നത്. ടൗൺ ഉൾപ്പെട്ട ST സംവരണ വാർഡുകളിലാണ് ഇരുവരെയും ഒരുമിച്ച് മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനമെടുത്തത്. രഘു ആദ്യമായും ഭാര്യ നിഷ 2ാം തവണയുമാണ് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പൊതുപ്രവർത്തനത്തിൽ തന്നെ നടക്കുന്ന ആളാണ് രണ്ടുപേരും. നിഷനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ 2005 വാർഡ് മെമ്പറായിരുന്നു, ഇലക്ഷന് ജയിച്ച വാർഡ് മെമ്പറായിരുന്നു. ഇപ്പം 3 വർഷക്കാലമായി CDSന്റെ ചെയർപേഴ്സണായിട്ട് തുടരുന്നു. ഞാൻ 8ാം വാർഡിൽ നീർച്ചാലിൽ ST സംഭരണ വാർഡാണ്. അവിടെയും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞാനാണ് സ്ഥാനാർത്ഥിയുള്ളത്. ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു. ഞാൻ ഒന്നും അറിയാതിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഒരു ഇതേപോലെ തന്നെ ST വാർഡ് വരികയും അതിലേക്ക് നമുക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ അതിൽ ജയിക്കുകയും വാർഡ് മെമ്പറായി വരികയും ചെയ്യും. അതിനുശേഷം കുറച്ച് കാലാവധിക്ക് ശേഷം CDS ചെയർപേഴ്സണായി വരികയും 4 വർഷക്കാലം അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അമ്പലവയൽ പഞ്ചായത്തിൽ CDS ചെയർപേഴ്സണാണ് നിഷ. 2005 അമ്പലവയൽ ടൗൺ ഉൾപ്പെട്ട 5ാം വാർഡിൽ നിഷ വിജയിച്ചിരുന്നു. വാർഡ് വിഭജനത്തെ തുടർന്ന് ഇത്തവണ മത്സരം കടുക്കുമെങ്കിലും വിജയം ഉറപ്പാണെന്ന് നിഷ പറഞ്ഞു. കോൺഗ്രസിൽ നിന്നുള്ള സിന്ധുവാണ് നിഷയുടെ മുഖ്യ എതിരാളി. അമ്പലവയൽ ടൗണിൽ 13 വർഷമായി CATU ലോഡിംഗ് തൊഴിലാളിയായ ഭർത്താവ് രഘു പാർട്ടി അംഗവും സജീവ പ്രവർത്തകനുമാണ്. 8ാം വാർഡായ നീർച്ചാലിൽ മത്സരത്തിനിറങ്ങുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് രഘുവിനുള്ളത്. നിലവിൽ UDFന്റെ സിറ്റിംഗ് സീറ്റാണ് നീർച്ചാൽ. മുസ്ലിം ലീഗിൽ നിന്നുള്ള സുരേഷാണ് രഘുവിന്റെ എതിരാളി. ബിരുദധാരിയായ ആദിലും ബിരുദ വിദ്യാർത്ഥിയായ അനഘയുമാണ് മക്കൾ. കേരള വിഷൻ ന്യൂസ്, വയനാട്.